നമ്മൾ നാട്ടിൽ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് ഞാനൊരു തറവാടിയാണ്. വളരെ ധനികനായ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു വലിയ മാളികയിൽ താമസിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ കുടുംബപരമായിട്ട് വളരെയധികം സ്വത്തുള്ള ഒരാള്. ഇവരെയാണ് പൊതുവെ നമ്മൾ തറവാടികൾ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ തറവാടികൾ എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് തന്നെയാണ്. പണ്ട് കാലത്ത് നാടുവാഴികളുള്ള നാട്ടിൽ ഗ്രാമത്തിലെ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ തീർക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. അതിനുവേണ്ടി അവര് തന്നെ നിയമിക്കുന്ന ചില പ്രമാണിമാരുണ്ട്, ചില വീട്ടിലെ കാരണവർമാർ. ഇവരെല്ലാവരും ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമത്തിലെ നടുക്ക് ഒരു സ്ഥലം കണ്ടെത്തും. അവിടെ ഒരു പീഠം പോലെ ഉണ്ടാക്കി അതിൻ്റെ മേലെയാണ് ഇരിക്കൽ. ഇനി പീഠമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ താഴെ ഇരിക്കാനും സാധ്യതയുണ്ട്. അവിടെ ഇരുന്ന് ചില ആൾക്കാരെ പ്രശ്നങ്ങൾ തീർക്കാൻ അവിടെ വാദങ്ങൾ നടത്തും. ആ വാദങ്ങൾ കേട്ട് ആ വാദങ്ങൾ എന്താണ് ശരി അതറിഞ്ഞ് ആ തർക്കത്തിന് പരിഹാരം കാണുന്ന ഈ പ്രമാണിമാരെയാണ് നമ്മൾ തറവാടികൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ തറയിലിരുന്ന് വാദങ്ങൾ കേട്ട് അതിൻ്റെ പരിഹാരം കാണുന്ന ചില പ്രമാണിമാർ, അവരെയാണ് തറവാടികൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ഈ തറവാടികൾ താമസിക്കുന്ന വീടിനെയാണ് തറവാട അല്ലെങ്കിൽ തറ വീട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ തറവാടികൾ എന്നുള്ള ഒരു വാക്കിന്റെ ഒരു അർത്ഥം. ഇനി നിങ്ങളിൽ എത്ര പേരാണ് യഥാർത്ഥ തറവാടികൾ?